ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഓറിയന്റേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. BA ഇംഗ്ലീഷ് ജാനുവരി 2025 ബാച്ചിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് ഇന്ന് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ എന്റെ പേര് ആയിഷ, ഞാൻ ഇംഗ്ലീഷിലെ മെന്റർ ആണ്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മേഘ മാം ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ദുർഗ മാമും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ജാനുവരി ബാച്ചിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ആണ് ഓറിയന്റേഷൻ സെഷൻ. ഈ ഒരു സെഷന് ഒരു തുടക്കമിട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷന്റെ ഫസ്റ്റ് സെഷൻ ആണ് ഇന്നുള്ളത്. സ്പാർക്ക് കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ ഫസ്റ്റ് സെഷൻ. ഇതിനുശേഷം നമുക്ക് ഇനിയും ഒരുപാട് സെഷൻസ് വരാനുണ്ട്. ആൻഡ് ഈ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ വർഷത്തെ തീമിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആൻഡ് ഡിസ്കഷൻ, പിന്നെ അതുപോലെ നമ്മുടെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനും സ്റ്റുഡൻസിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സെഷനാണ്. അതുപോലെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെറിയ ഫൺ ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് ഈ വർഷത്തെ ഒരു തീം എന്താണ് എന്നുള്ളതാണ്. സോ ഈ വർഷം ലേൺ വൈസിന്റെ തീം എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ്. ഓക്കെ, നമുക്ക് 3 ടേംസ് ആണ് വരുന്നത്: ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു ചിന്ത ഉണ്ടാവും, എന്താണ് ഈ ഒരു 3 ടേംസ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ ഒരു തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ള ഒരു സ്പാർക്ക് ഉണ്ടാവും, ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഡിസയർ നമുക്ക് ഉണ്ടാവും. ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഇഗ്നൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇന്നോവേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഉള്ളിലുള്ള ഡിസയർ ആയിട്ടുള്ള ആ കാര്യം അച്ചീവ് ചെയ്യാൻ നമ്മൾ ഓരോ പുതിയ പുതിയ വഴികൾ കണ്ടെത്തണം, അല്ലെങ്കിൽ അതിന് ഒരുപാട് വഴികൾ നമുക്ക് മുന്നിൽ ഉണ്ടാവും. അപ്പൊ അത് ഇന്നോവേറ്റീവ് രീതിയിൽ നമ്മൾ കണ്ടെത്തുന്നതാണ് ഇന്നോവേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് ഇന്റഗ്രേറ്റ്. അപ്പൊ നമ്മൾ ഇന്നോവേറ്റീവ് ആയി കണ്ടെത്തിയ, അതായത് നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കലി നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഡിഗ്രി നേടണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കണം. ആൻഡ് ആ എഫേർട്ട് നമ്മളെ ലൈഫിൽ പ്രാക്ടിക്കലായി നമ്മൾ അപ്ലൈ ചെയ്യും വേണം. ഇതാണ് നമ്മുടെ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എല്ലാവരെയും ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പൊ അതിന് ആദ്യമായി എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആരും പേരൊന്നും വിളിക്കുന്നില്ല, നമുക്ക് ആക്റ്റീവായി വന്നിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് പറയാം, കറന്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ള ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആരാണ് റെഡി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ? ആർക്കും ഓപ്പൺ ആയിട്ട് വന്ന് പറയാം. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ കൂടെ പഠിക്കുന്നവരൊക്കെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ കാര്യങ്ങളും ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഞാൻ റനീഷ. ഓക്കെ, ഹായ് റനീഷ. ഞാൻ ഒറ്റപ്പാലാണ്, പാലക്കാട്. ഓക്കെ, പാലക്കാട് നിന്നാണ് വരുന്നത്. ഒറ്റപ്പാലം, പാലക്കാടില് ഒറ്റപ്പാലം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഹോബീസ്, ഇൻട്രസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാനുണ്ടോ? ഞാന് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, കാലിഗ്രാഫി അങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് വെരി നൈസ്. ഓക്കെ ഓക്കെ, താങ്ക് യു റനീഷ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് റനീഷ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ എല്ലാവരും മുന്നിലേക്ക് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അബ്ദുൾ റൌഫ് ആണ്. കാലിക്കറ്റ് മാവൂര് നാട്ടില്. ഓക്കെ. ഇവിടെ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അഡ്നോക്കിന്റെ റിഫൈനറിയിൽ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് റൌഫ്. ഇനി നമുക്ക് ആരാണ് വരാനുള്ളത്? അതുപോലെ എല്ലാവരും ആക്റ്റീവായി മുന്നോട്ട് വന്ന് ജസ്റ്റ് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി. ഹായ് മാം, എൻ്റെ പേര് ഷെൽസി എന്നാണ്. ഞാനിവിടെ ആലത്തൂരാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഡിഗ്രി എടുക്കാന്ന് വെച്ച് ഇറങ്ങിയതിന് വർക്ക് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ടൈം ഇതിനു വേണ്ടി കണ്ടെത്തിയിട്ടാണ് പഠിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ കൂടെ ഡിഗ്രി നേടണം എന്നുള്ളൊരു ആഗ്രഹത്തില് ജോയിൻ ചെയ്തതാണ് അല്ലേ? ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് ചെൽസി. അപ്പൊ ഇനി നമുക്ക് ആരാണ് വരാനുള്ളത് നെക്സ്റ്റ്? ഇങ്ങനെ പേര് വിളിക്കണം, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ വരാലോ. ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സനോജ് ആണ്. സനോജ് ഫ്രം പയ്യന്നൂരാണ്, കണ്ണൂര്. ഓക്കെ, ഞാൻ എക്സ് സർവീസ്മാൻ ആണ്. ഞാനിപ്പോ ഒഡീസയിൽ ഒരു കമ്പനി വേദാന്തയിൽ വർക്ക് ചെയ്യാണ് സെക്യൂരിറ്റി ഓഫീസറായിട്ട്. അപ്പോൾ ഞാൻ പട്ടാളത്തിൽ ചേരുന്നതിന് മുമ്പ് ഡിഗ്രി പൂർത്തിയാക്കാൻ പറ്റില്ലായിരുന്നു. ലാസ്റ്റ് ഫൈനൽ ഇയറിൽ വിട്ടതാണ്. അതിപ്പോ കംപ്ലീറ്റ് ചെയ്യണം, ഡിഗ്രി എടുക്കണം എന്നൊരു ആഗ്രഹം. അതുകൊണ്ട് വയസ്സിൽ ചേർന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ പട്ടാളത്തിലുള്ളവർ വരെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ആഗ്രഹം എന്തായാലും അത് നിറവേറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് സനോജ്. ഇനി നമുക്ക് ആരാണ് വരാനുള്ളത്? ഹലോ മാം. ഹായ്. ഞാൻ സജിത്ര, കൊല്ലത്ത് നിന്നാണ്. ഓക്കെ. അപ്പൊ ഞാൻ +2 TTC കഴിഞ്ഞിട്ട് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു. ഡിഗ്രി ഒന്നും അന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ സ്കൂളിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുന്ന ഒരു അറിവില്ലായ്മയുടെ ഒരു കുറവിന്റെ ഒരു പോരായ്മ എനിക്ക് തോന്നി. അപ്പൊ ഡിഗ്രിയും കൂടി എടുക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ആ ഒരു നോളജും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യണം, നമുക്ക് ലൈഫിൽ ആ. കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ആവണം Better എന്നുള്ള ആവണം. ചിന്തയിലാണ് ചിന്തയിൽ വന്നത്. ചെയ്തതാണ്. ഓക്കെ, ദാറ്റ് ഇസ് വെരി ഗുഡ്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് പഠിക്കാനും ഒക്കെ സാധിക്കട്ടെ. ഓക്കെ താങ്ക് യു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ എന്തായാലും കുറച്ച് പേരെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി ചെറിയൊരു ഗെയിം സെഷൻ ആയാലോ? അപ്പോ കുറച്ച് നമുക്ക് ഇൻട്രൊഡ്യൂസും ചെയ്യാം, അതിന്റെ കൂടെ കുറച്ച് ഫൺ ആക്ടിവിറ്റീസും കൂടെ ചെയ്യാം. സോ ഐ ഇൻവൈറ്റ് മേഘ മാം ഫോർ ദ ഗെയിം സെഷൻ. താങ്ക് യു ഐഷ. സോ നമ്മുടെ ഫസ്റ്റ് ഗെയിമിന്റെ പേരാണ് സൂം ഇൻ സൂം ഔട്ട് എന്ന് പറയുന്നത്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾക്ക് സ്ക്രീനിലെ എന്തെങ്കിലും ഒരു ചെറിയ മേ ബി ഒരാളുടെ ഫോട്ടോയുടെ ഒരു ചെറിയൊരു പോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കാണുന്ന എന്തെങ്കിലും ഒരു സംഭവം, ഒരു സാധനങ്ങളായിരിക്കാം, എന്തെങ്കിലും ഒരു ചെറിയ ഒരു പാർട്ട് മാത്രമായിരിക്കും ആ ഒരു ഇമേജിനകത്ത് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഗെസ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടുപരിചയം അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഗെസ് ചെയ്യുക. ഗെസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. സോ എല്ലാവരും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. സോ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇത് ഒബ്ജക്റ്റ് അല്ല, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപരിചയമുള്ള ഒരാളുടെ ഫേസ് ആണ്. മേ ബി അയാളുടെ ഒരു കണ്ണിന്റെ ഒരു സൈഡാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, കുറച്ച് ഗെസ് ഒക്കെ വരുന്നുണ്ട്. മെസ്സി എന്നൊക്കെ പറയുന്നുണ്ട്. മെസ്സി അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. നമുക്ക് എല്ലാ ആൻസേഴ്സും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് നോക്കിയാലോ, ഏതാണ്? ഓക്കെ മാം, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകും. ഓക്കെ, കറക്റ്റ് ആൻസർ മെസ്സി തന്നെയാണ്. അപ്പൊ കുറെ പേര് മെസ്സി എന്നുള്ള ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞവർക്കൊക്കെ കൺഗ്രാറ്റ്സ്. നിങ്ങളെ ഗെസ്റ്റ് ഒന്നും തെറ്റിയില്ല. ആരും മെസ്സി അല്ല അല്ലെങ്കിൽ മെസ്സി അല്ലാത്ത വേറെ ആൻസർ ഒന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇമേജിലേക്ക് പോവാം. ഓക്കെ, ഇതും എല്ലാവർക്കും കണ്ടുപരിചയമുള്ള ഒരാളൊക്കെ തന്നെയാണ്. കുറച്ച് ഗെസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നു ആ ഒരാളുടെ പേര് തന്നെ. ബേസിൽ എന്നാണ് എല്ലാരും പറയുന്നത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആൻസർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയാട്ടോ. ഒരാള് ബേസിൽ പറഞ്ഞു വിചാരിച്ചിട്ട് എല്ലാരും ബേസിൽ പറയണം തന്നെ ഇല്ല. ബേസിൽ അല്ലാതെ വേറെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. ഉറപ്പിക്കാവോ ബേസിലാണെന്ന്? വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉള്ളവരുണ്ടോ? അതുപോലെ നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടും ആൻസേഴ്സ് പറയാട്ടോ. കമന്റ് ബോക്സിൽ മാത്രമൊന്നുമില്ല, അൺമ്യൂട്ട് ചെയ്തിട്ടും എല്ലാവർക്കും ആൻസേഴ്സ് പറയാം. നോക്കിയാലോ നമുക്ക് ബേസിലാണോന്ന്? അതെ, ബേസിലാണ്. കറക്റ്റ് ആൻസർ ആണ്, ബേസിലാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഇമേജിലേക്ക് പോവാം. ആരാണ്? ഉർവശി മാം. ഉർവശി. കുറച്ച് പേര് ഉർവശി മാം എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് പേര് ചാറ്റ് ബോക്സില് ഉർവശി ഇടുന്നുണ്ട്.
ഉർവശിയാണോ അത്? ഉറപ്പാണോ? ഉറപ്പിക്കാവോ? കൽപ്പന എന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. ഈ വിവോ V2109 ആളുടെ ശരിക്കുള്ള പേരൊന്ന് റിനെയിം ചെയ്തിടാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് നോക്കിയാലോ ആരാന്ന്. ഓക്കെ, കറക്റ്റ് ആൻസർ ഉർവശിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഫേവറേറ്റ് ആക്ട്രസ് ആയി വരുന്ന ഒരാൾ കൂടിയാണ് ഉർവശി അല്ലെ. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ഇതാരാണ്? എലോൺ മസ്ക്. ഓക്കെ, ഇലോൺ മസ്ക് എന്ന് പറയുന്നുണ്ട്. എലോൺ മസ്ക്. ഇതല്ലാതെ വേറെ ആരുടെയും പോലെ തോന്നുന്നുണ്ടോ? ഇതധികം ഗസ് ഒന്നും വരുന്നില്ലല്ലോ. ഫസ്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് കൊടുത്തപ്പോ എല്ലാരും ഭയങ്കര ഈസി ആവെന്ന് വിചാരിച്ചു. ആ, അതാണ് ഒന്ന് ആലോചിച്ചിട്ട് പറയൂ എല്ലാരും. അതെ, ഇലോൺ മസ്ക്. ആരും അധികം ഗസ് ഒന്നും വരുന്നില്ലല്ലോ. എന്തു പറ്റി? ആളെ മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഒന്ന് സൂക്ഷിച്ചു നോക്കി നോക്ക്. ഇലോൺ മസ്ക്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആൻസർ അറിയാവുന്നവരുണ്ടോ? ന്യൂട്ടനെങ്ങാനാണോ? ആരാ? ന്യൂട്ടനെങ്ങാനാണോ? ന്യൂട്ടനോ? നമുക്ക് നോക്കാം, ന്യൂട്ടൻ ആണോ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. കറക്റ്റ് ആൻസർ ഇലോൺ മസ്ക് ആണ് കേട്ടോ, ന്യൂട്ടൻ അല്ല. ഇലോൺ മസ്ക് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇതും നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള ടൊവിനോ. ടോവിനോ. മലയാളം ഫിലിം ആക്ടേഴ്സിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. എല്ലാവരും നല്ലോണം മൂവീസ് കാണുന്നതാണ് എന്ന് നന്നായി മനസ്സിലായി. സിനിമ കാണുന്നവരാണെന്ന് ഇപ്പൊ പിടികിട്ടി. അതെ അതെ, അതുകൊണ്ടല്ലേ എത്രയും കാലം ഡിഗ്രി എടുക്കാഞ്ഞ്. എല്ലാരും സിനിമ കണ്ടിരുന്ന സമയം കളഞ്ഞത് ഇപ്പൊ മനസ്സിലായി. ഇപ്പോഴാണ് ബോധം വന്നത് അതല്ല ലൈഫ് എന്ന്. ഓക്കെ, ടോവിനോ എന്നാണ് എല്ലാരും പറയുന്നത്. ടോവിനോ എന്നല്ലാതെ വേറെ എന്തെങ്കിലും ആൻസർ തോന്നുന്നുണ്ടോ? നമുക്ക് നോക്കിയാലോ ടോവിനോ ആണോ എന്ന്. ടോവിനോ എന്നാട്ടോ കറക്റ്റ് ആൻസർ ആണ്. ടോവിനോ എന്ന് പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇതാരാ? ഓ, സഞ്ജു സാംസൺ. സാംസൺ. സഞ്ജു ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയില്ല. നിങ്ങൾക്ക് സംശയം അതാണെന്നുണ്ടെങ്കിൽ അത് പറയാം. സഞ്ജു കൺഫേം, സഞ്ജു ആണ്. സൂം ഔട്ട് ചെയ്തപ്പോ നമ്മൾ കണ്ടു. അതെ അതെ, ഐഷ മാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ആൻസർ ഒക്കെ ഇടയ്ക്ക് ലീക്കായി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫെയർ ആയിട്ട് ആൻസർ പറയണ്ടേ? അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്കിൽ അത് സൂം ഔട്ട് ആയി പോയാലും നിങ്ങൾ അത് നോക്കാൻ പാടില്ലായിരുന്നു. പാടില്ല, അതെ. നിങ്ങളത് നോക്കി. നമുക്ക് നോക്കിയാലോ സഞ്ജു സാംസൺ ആണോന്ന്. അതിപ്പോ എല്ലാരും കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പൊ കൺഫേം ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ആണ്, സഞ്ജു സാംസൺ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ആരാ? മഞ്ജു വാര്യർ. ഒരു കണ്ണിൽ നിന്നൊക്കെ പിടിക്കുന്ന ആരത് ഇത്ര പെട്ടെന്ന് ആൻസർ പറഞ്ഞ ആ വ്യക്തി? മഞ്ജു വാര്യർ. മേനക എന്ന് പറയുന്നവരുണ്ട്. മേനകേന്റെ കണ്ണുകൾ പോലും ഇരിക്കുന്നുണ്ട് അല്ലെ, ചെറുതായിട്ട് എവിടേക്കും ഒരു മേനകേന്റെ കണ്ണു പോലെ തോന്നുന്നുണ്ട്. മഞ്ജു വാര്യർ എന്നല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ? ഒരു മേനക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരത്? മേനക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, കുറെ ഗസ് ഒക്കെ വരട്ടെ. മഞ്ജു വാര്യർ എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ അറിയുന്നവർക്കുണ്ടെങ്കിൽ പറയാം. ആൻസർ നോക്കിയാലോ, മഞ്ജു വാര്യർ ആണോന്ന്. മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യരെ അങ്ങനെ മുന്നേ കണ്ട് പരിചയമില്ലാത്തൊരു ഫോട്ടോ ആണ്. അപ്പൊ മേനക എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഐസ് കുറച്ച് വ്യത്യാസമൊക്കെ മേനകന്റെ കണ്ണൊക്കെ പോലെ തോന്നിയായിരുന്നു എനിക്കും പെട്ടെന്ന്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. മേനക എന്ന് പറയുന്നവര് നമുക്കൊന്നും പറയാനൊന്നും പറ്റൊന്നുമില്ല. ഇത് ഭയങ്കര റെയർ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. സോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ.
ആരേത്? അജിത്ത്. അജിത്ത്. പെട്ടെന്ന് ആൻസർ പറയുന്ന ആരും ഉണ്ടല്ലോ അവിടെ. ആരത്? നമ്മുടെ കയ്യിൽ നിന്ന് സ്ലൈഡ് ലീക്കായോ എന്നൊരു സംശയമുണ്ട്. പെട്ടെന്ന് ആൻസർ പറയുന്ന ഒരാളുണ്ട് ഇവിടെ. അജിത്ത്. അജിത് കുമാർ തല അജിത്ത്. അജിത് കുമാറിന് തന്നെയാണ് വരുന്ന ആൻസേഴ്സ്. നമുക്ക് വേറെ എന്തെങ്കിലും ഗസ് ഉണ്ടോ? കടവുളേന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നോക്കിയാലോ. അജിത്താണോ നോക്കിയാലോ ആൻസർ? കറക്റ്റ് ആൻസർ ആണ്, അജിത്താണ് ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇതെന്തോ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു പോർഷൻ മാത്രമാണ്, സൂം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോർഷൻ മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാറ്റ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ബനാന എന്നാണ് പറയുന്നത്. ഒരു യെല്ലോ കളറിൽ എന്തോ ആണ്. നോക്കാം, ബനാന ആണ്. എല്ലാവരും ബനാന എന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഗസ് ഉണ്ടെങ്കിൽ പറയാം. ഇമോജി ഒക്കെ കൊണ്ടിടുന്നുണ്ട് ബനാനന്റെ. ബനാന എന്താന്ന് മനസ്സിലായില്ലെങ്കിൽ ഇമോജി ഇരിക്കട്ടെ എന്ന് എല്ലാവർക്കും കാണാൻ. നമ്മുടെ സ്റ്റുഡൻസ് അത്രയും ക്രിയേറ്റീവ് ആണ് എല്ലാവരും. ബനാനാന്ന് എല്ലാവരും ടൈപ്പ് ചെയ്തിടുമ്പോ അത് എന്താ സാധനം എന്ന് ഞാൻ അല്ലാതെ തന്നെ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ബനാനന്റെ ഇമോജി കൊണ്ടിടുന്നുണ്ട് ചാറ്റ് ബോക്സില്. പഴം എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, പഴമാണോ ബനാനയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കിയാലോ ആൻസർ എന്താണ്? കറക്റ്റ് ആൻസർ ബനാന തന്നെയാണ് കേട്ടോ. നമ്മള് ഒരു കൊല പഴമാണ് ഇതിൽ കാണുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇതും സ്ട്രോബെറി എന്നല്ലാതെ എന്തെങ്കിലും ഗസ്? സ്ട്രോബെറിയുടെ ഇമോജി കിട്ടിയില്ലേ നേരത്തെ? പഴട്ട ആൾക്ക് അതാ വന്നിട്ടുണ്ട്. സ്ട്രോബെറി എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ പറയാം. സ്ട്രോബെറി ഉറപ്പിക്കാവോ? വേറെ എന്തെങ്കിലും ഗസ് ഉണ്ടോ? നമുക്ക് നോക്കിയാലോ സ്ട്രോബെറി ആണോന്ന്. ഓക്കെ, അതെ, കറക്റ്റ് ആൻസർ ആണ്, സ്ട്രോബെറി തന്നെയാണ്. സോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇതറിയാത്ത മലയാളികളുടെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഒരു ഫ്രൂട്ടാണ് ചക്ക. നോക്കിയാലോ, ഇത് പിന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കറക്റ്റ് ആൻസർ ആണോ എന്നുള്ളത് അല്ലെ. കറക്റ്റ് ആൻസർ ആണ്, ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മളെ സ്വന്തം ചക്കയാണ്. അത് ഇമേജ് കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ എല്ലാരും ഗസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. പൈനാപ്പിൾ. ആരത് പറഞ്ഞു? പൈനാപ്പിൾ എന്നാണ് പറയുന്നത് എല്ലാരും. പൈനാപ്പിൾ എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പൈനാപ്പിൾ, വേറെ ഗസ് ഒന്നും ഇല്ല, എല്ലാവർക്കും പൈനാപ്പിൾ ആണല്ലേ. നമുക്ക് നോക്കിയാലോ പൈനാപ്പിൾ ആണോന്ന്. ഓക്കെ, കറക്റ്റ് ആൻസർ പൈനാപ്പിൾ തന്നെയാണ് കേട്ടോ. സോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, റംബൂട്ടാൻ. റംബൂട്ടാൻ എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, റംബൂട്ടാൻ അല്ലാതെ വേറെ ഗസ്? ഇനി ഗസ്? കൊറോണയോ? ആരത്?
ഓക്കെ എല്ലാവരും റംബൂട്ടാനാണ്, അതിൽ ഒരു കൊറോണയാണ് വന്നിട്ടില്ലേ. ഇപ്പൊ നമുക്ക് കൊറോണയാണോ റംബൂട്ടാനാണോ കറക്റ്റ് ആൻസർ എന്നുള്ളത് നോക്കി നോക്കാം അല്ലെ. റംബൂട്ടാനാണ്, ഇത് കൊറോണ ഒന്നും അല്ല കേട്ടോ. ആരാ ഇവിടെ കൊറോണ പറഞ്ഞിട്ടുള്ളേ? ആളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അത് റംബൂട്ടാൻ തന്നെയാണ്, കൊറോണ അല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ഇതെന്താ? കിവി എന്ന് പറയുന്നവരുണ്ട്, എല്ലാരും കിവി തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയി പോയോ എന്നൊരു സംശയമുണ്ട് അല്ലെ. ആരും കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടൈം ഇതിലും ടഫ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം നമ്മൾ ഇതിലും കുറച്ച് ടഫ് ആയിട്ടുള്ള ഐറ്റംസ് റെഡി ആക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയി പോയി. നിങ്ങൾ ആ ഇമേജ് വരുന്നേക്കാട്ടിൽ പകുതി തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് വിളിച്ച് പറയാൻ തുടങ്ങി. നമുക്ക് കിവി ആണോ എന്നൊന്ന് നോക്കിയാലോ? യെസ്, കറക്റ്റ് ആൻസർ ആണ്, കിവി തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ? ഓക്കെ, ഓറഞ്ച്. ഇപ്പൊ നമ്മളെ ലിറ്ററേച്ചറിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും നന്നായി സിനിമ കാണാറുണ്ട് എന്ന് മനസ്സിലായി, നന്നായി ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് എന്ന് മനസ്സിലായി. ഒരു ചെറിയൊരു പോർഷൻ കണ്ടാൽ തന്നെ അത് ഏതാണ് ഫ്രൂട്ട് എന്ന് മനസ്സിലാവും. ഓറഞ്ച്. അതാരെ കിനു എന്ന് പറയുന്നത്? ഒരാള് കിനു എന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഗസ് ഉണ്ടോ? നമുക്ക് നോക്കിയാലോ കറക്റ്റ് ആൻസർ എന്താന്ന്. കറക്റ്റ് ആൻസർ ഓറഞ്ചും അതുപോലെ കിനു അതുപോലെ സിട്രസ് പറഞ്ഞവർക്ക് എല്ലാവരും പരിഗണിക്കാല്ലേ നമുക്കത്. എല്ലാവരുടെയും ആൻസേഴ്സ് നമുക്കത് പരിഗണിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. താങ്ക് യു. അപ്പൊ ആ ഗെയിം നമ്മൾ അവിടെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി നമുക്ക് ബാക്ക് ടു കുറച്ച് പേരെ കൂടി പരിചയപ്പെടാം. നേരത്തെ പരിചയപ്പെട്ടവരല്ലാത്തവരിൽ കുറച്ച് പേര് മുന്നോട്ട് കടന്നു വരിക. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എല്ലാവരും ഒരു എന്താ പറയാ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഇപ്പൊ ഒന്ന് പോയിട്ടുണ്ടാവും അല്ലെ. എല്ലാവർക്കും ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇനി അടുത്തത് ആരാ വരുന്നത് സംസാരിക്കാനായിട്ട്? ഞാൻ മാനസി, ഓക്കെ, എറണാകുളത്താണ് വീട്. എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഹൗസ് വൈഫാണ്. ഒരു കുഞ്ഞു ബേബി ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ ആ ടൈം ഒന്ന് ഇതാവാൻ വേണ്ടി ഓക്കെ, ഡിഗ്രി എടുക്കാൻ വിചാരിച്ചു. ഡിഗ്രി ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഈ ഒരു ടൈമിൽ അത് എടുത്ത് വെക്കാം എന്നുള്ള ഒരു ഐഡിയയില്. എന്ത് പറ്റി ഇംഗ്ലീഷ് എടുക്കാൻ കാരണം? എന്തെങ്കിലും റീസൺ ഉണ്ടോ ഇംഗ്ലീഷ് എടുക്കാൻ? റീസൺ ഒന്നുമില്ല, ഒരു ഡിഗ്രി വേണം എന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇത്രയും കൂടി ഈസി ഉള്ളത് അതായിരിക്കും എന്ന് തോന്നി അങ്ങനെ എടുത്തതാണ്. ഓക്കെ, താങ്ക് യു മാനസി. താങ്ക് യു. അടുത്തത് ഇനി ആരാ വരുന്നേ? ഹലോ, ഗെയിംസ്. ഓക്കെ, എൻ്റെ പേര് പ്രമോദ്, സ്ഥലം ട്രിവാൻഡ്രമാണ്. ഞാനൊരു ഡിസൈനറാണ്, ടെക്നോപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഡിഗ്രിയുടെ കുറവ് കൊണ്ട് എനിക്ക് ഒരുപാട് വേക്കൻസി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒരു ഡിഗ്രി എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ജോയിൻ ചെയ്തത്. താങ്ക് യു പ്രമോദ്. പ്രമോദിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, ഡിഗ്രി നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവട്ടെ. താങ്ക് യു. ഇനി അടുത്തത് ആരാ വരുന്നേ? ഹായ്, എൻ്റെ പേര് ടിൽജ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നത്. വർക്ക് ചെയ്യാണോ? അതെ, വർക്ക് ചെയ്യാണ്, ഒരു ഫിനാൻസിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, എന്താ ഇംഗ്ലീഷ് എടുക്കാൻ കാരണം? ഇംഗ്ലീഷ് ഇഷ്ടമാണ്. എല്ലാ ഇതിലും 10th-ലായാലും +2 ആയാലും ഇംഗ്ലീഷിന് നല്ല സ്കോർ ഉണ്ട്. ഇഷ്ടമാണ് ഇംഗ്ലീഷ്.
സോ വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. നന്നായി വായിക്കാനുണ്ട്, നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് ഒന്നും കൂടി ഉണരും നമ്മളുടെ ലിറ്ററേച്ചർ എടുക്കുന്ന സമയത്ത്. ഓക്കെ, താങ്ക് യു ദിൽജ. താങ്ക് യു. ഓക്കെ, അടുത്തത് ആരാ വരുന്നേ? ഓണാക്കിയിരിക്കുന്നവരൊക്കെ ഓഫാക്കി പോയാ? ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണോ നിങ്ങളെടുത്ത് ക്യാമറ ഓൺ ആക്കാൻ? അടുത്തത് ആരാ വരുന്നേ? എന്റെ പേര് ഫാത്തിമ സുൽഫിദ. ഓക്കെ, ഞാന് ഇതിനു മുമ്പ് ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഇംഗ്ലീഷ് തന്നെയായിരുന്നു. ലാസ്റ്റ് ഇയർ അല്ല BSc മാത്സ് ആയിരുന്നു പഠിച്ചത്. അപ്പോ അതിന്റെ കൂടെ കോർ സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യാൻ അതുകൊണ്ടാണ് ഇംഗ്ലീഷ്. ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. എന്റെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയതുകൊണ്ടായിരുന്നു കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പൊ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ചെയ്യും, ഡിഗ്രി വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നന്നായി പഠിക്കുക, നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവുക കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു പിത. ഇനി നമുക്ക് നമ്മുടെ ഗെയിംസിലേക്ക് പോയാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലെ, ബാക്കിയുള്ള എല്ലാവരും പരിചയപ്പെടാൻ. ഓക്കെ, സോ ഐഷ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സമയത്തിൽ കുറച്ച് പേരും കൂടി പരിചയപ്പെട്ടാലോ? അടുത്തത് ആരാ കടന്നു വരുന്നത് സംസാരിക്കാൻ? അവിടെ ഒരു റീനെയിം ചെയ്യാതിരിക്കുന്ന ഒരു ഐഫോൺ എന്ന് പറഞ്ഞ ക്യാമറ ഓൺ ആക്കി വെച്ച ഒരാളെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരെ ഒന്ന് നമുക്ക് പരിചയപ്പെട്ട് നോക്കാം. പേര് പോലും എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ച ആൾക്ക് മനസ്സിലായിണ്ട് ഞാൻ ആരെയും വിളിച്ചിട്ടുള്ളത് എന്ന്. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ പേര് ഷഹാന. ഞാൻ വയനാട്ടിലാണ്, ഇപ്പൊ ദുബായിലാണ്. വർക്ക് ചെയ്യാണോ? അല്ല, വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, എന്ത് പറ്റി ഇംഗ്ലീഷ് എടുക്കാൻ? അല്ല, പൊതുവെ എല്ലാരും പറയും ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ ഈസി ഡിഗ്രി ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് എടുത്തു. എല്ലാരും പറഞ്ഞപ്പോ ഞാനും എടുത്തു എന്നൊക്കെ. അങ്ങനെയൊന്നല്ല, കുറച്ചധികം നമുക്ക് വായിക്കാനും എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ വെറുതെ ഒരു രസത്തിന് ഡിഗ്രി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വന്നെടുത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വായിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അല്ലല്ല, അങ്ങനല്ല, വെറുതെ അങ്ങ് വന്നെടുത്തല്ല. പിന്നെ നമ്മള് ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ ഡിഗ്രിയുടെ വാല്യൂ നമ്മൾ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് ചെയ്യാന്ന് കരുതി. ഓക്കെ, താങ്ക് യു. അറിയുകയും ചെയ്തിട്ടോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഐഫോൺ എന്ന് വിളിക്കേണ്ട വരും. ഓക്കെ ഓക്കെ, അപ്പോ സ്ലൈഡ് ശരിയായോ ഐഷ മാം? അതെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഗെയിമിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, ഈ ഗെയിമിന്റെ പേരാണ് ഗ്രാബ് ആൻഡ് റൺ എന്ന് പറയുന്നത്. സോ ഈ ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ക്യാമറ ഓൺ ആക്കണം കേട്ടോ. ക്യാമറ ഓൺ ആക്കാത്തവരൊക്കെ ഓൺ ആക്കിക്കോളൂ. ഈ ഗെയിം ക്യാമറ ഓൺ ചെയ്യാതെ കളിക്കാൻ പറ്റില്ല. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തോളൂ കേട്ടോ. ഇത്രയും നേരം ഓൺ ആക്കാതെ ഇരിക്കുന്നവർക്കൊക്കെ ഓൺ ആക്കാം. എല്ലാവരും ഓൺ ചെയ്താൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഗെയിമിന്റെ റൂൾസ് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ സ്ക്രീനിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് തെളിയും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓടിപ്പോയിട്ട് അതെടുക്കുക, വരിക, സ്ക്രീനിൽ കാണിക്കുക. അതാണ് ഗെയിം വരുന്നത്. നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും, എല്ലാ വീടുകളിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരും ഒന്ന് എണീറ്റ് ഓടാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആയി ഇരിക്കുക. അവിടെ തന്നെ ഇരിക്കുന്നവർക്കൊക്കെ ഒന്ന് എണീറ്റ് നടക്കാനും ഓടാനൊക്കെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അപ്പൊ എല്ലാവരും ക്യാമറ ഓൺ ആക്കിയിട്ട് റെഡി ആയിരുന്നോളാം. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് നമുക്ക് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് ഒബ്ജക്റ്റ് ഗ്ലാസ് ആണ്. ഇപ്പൊ നിങ്ങൾ എത്ര പേരുടെ അടുത്ത് ഗ്ലാസ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. കുറെ പേരൊക്കെ എണീറ്റ് ഓടാൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ആദ്യം ആരാണ് ഗ്ലാസ് കൊണ്ടുവരാൻ നമുക്ക് നോക്കാം. അതാ ഫാത്തിമ കാണിക്കുന്നുണ്ട് ഗ്ലാസ്. ഫാത്തിമയ്ക്കും കിട്ടിയിട്ടുണ്ട് ഗ്ലാസ്. ഷെൽസി ഇവിടെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഷെൽസി കാണിച്ചിട്ടുണ്ട് കപ്പ്. അതെ, ഓക്കെ ഓക്കെ. ലുബ്ന, മാനസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. സനോജിന് കിട്ടിയിട്ടുണ്ട്. ബാക്കി ആരൊക്കെ ക്യാമറ ഓൺ ആക്കി വെച്ച് ഓടിയിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടൊന്നുമില്ല.
ഗ്ലാസ് തപ്പി പോയവരൊക്കെ തിരിച്ചു വന്നിട്ട് നമുക്ക് അടുത്ത ഒബ്ജക്റ്റിലേക്ക് പോവാട്ടോ. കിട്ടിയോ? എല്ലാവർക്കും ആയോ ക്ലാസ്? ആർക്കെങ്കിലും ക്ലാസ് കിട്ടാത്തതുണ്ടോ ഇനി? എല്ലാവർക്കും ആയോ ക്ലാസ്? എല്ലാവരുടെ ക്ലാസ് ഒന്ന് കാണിച്ചു നോക്കട്ടെ. ഓക്കെ ഓക്കെ, എല്ലാരും ക്ലാസ് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. എല്ലാവരും റെഡി ആയിരുന്നോ? ഏതായിരിക്കും ഒബ്ജക്റ്റ് നമുക്ക് നോക്കാം. സ്പെക്സ്. കുറെ പേര് മുഖത്തുണ്ടാവും, ഓൾറെഡി വിന്നർ ആയിട്ടിരിക്കുന്നവരുണ്ട് അതിലെ. കുറെ പേർക്ക് അത് ഇല്ലാത്തതുകൊണ്ട് എണീറ്റ് ഓടി എടുക്കാൻ വേണ്ടി പോകേണ്ട വരും. ഷെൽസിക്ക് നമ്മുടെ ഒബ്ജക്ട്സ് ഒക്കെ ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എല്ലാ ഒബ്ജക്ട്സും ഓൾറെഡി ഉണ്ട്. ആർക്കൊക്കെ അവിടെ സ്പെക്സ് ഉള്ളത്? പിന്നെ എല്ലാവർക്കും ആയോ സ്പെക്സ്? പിന്നെ എല്ലാവരുടെ കയ്യിലും സ്പെക്സ് ഉണ്ടാവുന്ന നിർബന്ധമൊന്നും ഇല്ലല്ലോ. സ്പെക്സ് ഇല്ലാത്ത ഇഷ്ടംപോലെ ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് സ്പെക്സ് എടുത്തോണ്ടാൻ പറഞ്ഞ എന്റെ കയ്യിൽ എടുക്കാനുണ്ടാവില്ല. അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ല, പോട്ടെ. നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം അല്ലെ? കോംബ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. കോംബ് കണ്ട വഴിക്ക് ഷെൽസി എണീറ്റ് ഓടിയിട്ടുണ്ട്. ലുബ്നനെ കാണുന്നില്ല, ലുബ്ന എങ്ങോട്ടും എണീറ്റ് ഓടിയിട്ടുണ്ട്. കോമ്പ് കിട്ടി. ഓക്കെ ഓക്കെ, കോംബ് കിട്ടിയവരൊക്കെ സ്ക്രീനിലേക്ക് കാണിച്ചു തരിക. ഓക്കെ, കുറെ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. കോമ്പ് കിട്ടി. ഫസിലുദ്ദീൻ നല്ല വലിയൊരു കോംബ് കാണിച്ചിരുന്നുണ്ട്. എല്ലാവർക്കും ആയോ കോംബ്? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം അല്ലെ? എല്ലാവർക്കും ആയില്ലേ കോംബ്? ആർക്കും ഇനി കോംബ് ഇല്ലാത്തതൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. സീസേഴ്സ്. ഇത് ഒട്ടുമിക്ക വീട്ടിലൊക്കെ കാണേണ്ടതാണ്. പക്ഷെ ആവശ്യം വരുമ്പോ തീരെ കാണാത്ത സാധനമാണ് ഇത്. ആവശ്യം വരുമ്പോ തപ്പേ കിട്ടാത്തതും പക്ഷെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതുമായിട്ടുള്ള ഒരു സാധനമാണ് അത്. ഇനീഷ് അവിടെ തന്നെ ഇരിക്കുക. ഇത് ഞാൻ തപ്പിയിട്ട് കാര്യമില്ല, എന്റെ വീട്ടിൽ എത്ര തപ്പിയാലും കിട്ടാത്ത സാധനാന്നൊക്കെ. ഫാസിലിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഷെൽസിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേര് കൊണ്ടുവരുന്നുണ്ട് അല്ലെ? അതെ അതെ, സീസേഴ്സ് ഒക്കെ കറക്റ്റ് ടൈമിന് എടുത്തു കൊണ്ടിരുന്നവരൊക്കെ ഭയങ്കര സാധനങ്ങൾ അടക്കി പറക്കി വെക്കുന്നവരായിരിക്കണം. എല്ലാവർക്കും ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോയാൽ ആരെങ്കിലും എടുക്കാൻ ഓടിയിട്ട് എത്താത്തവരുണ്ടോ? എല്ലാരും തിരിച്ചെത്തിയില്ലേ? എന്നാലേ നമുക്ക് അടുത്തത് ഓടാൻ വേണ്ടി പറ്റുവേ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. പെൻ ഓർ പെൻസിൽ. ഇത് പിന്നെ എല്ലാവരും പഠിക്കാനായിട്ട് വരുന്ന എല്ലാവരുടെ കയ്യിലും കാണേണ്ടതാണ്. അതെ അതെ, എല്ലാരെയും തൊട്ടടുത്തൊക്കെ തന്നെ കാണുന്നുണ്ട്. ഓക്കെ, പെന്നോ പെൻസിലോ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരുടെ കയ്യിലുണ്ട്. അതൊക്കെ പെട്ടെന്ന് കിട്ടിയില്ലേ? എല്ലാവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. ബുക്ക്. ബുക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവേണ്ടത് തന്നെയാണ്. കിട്ടി, ബുക്ക് കിട്ടി. ബുക്ക് കിട്ടി. ചാറ്റ് ബോക്സിൽ ഇടാനല്ല പറഞ്ഞത്. ചാറ്റ് ബോക്സിലൊക്കെ ഇടുന്ന എനിക്ക് പോയി എടുക്കാൻ മടിയായോണ്ട് ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാന്നൊക്കെ. എല്ലാവർക്കും ആയോ? ഓക്കെ, സോ ബുക്കൊക്കെ എല്ലാവർക്കും കിട്ടിയില്ല. ഇനിയിപ്പോ നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്താ നോക്കാം. പ്ലേറ്റ്. കിച്ചണിലേക്ക് കൊടുത്തു വരും. അത് കിച്ചണിലേക്ക് കൊടുത്തു വരും.
മുകളിലിരിക്കുന്നവരാണെങ്കിൽ താഴേക്ക് ഇറങ്ങാൻ വരും. ചാറ്റ് ബോക്സിൽ പ്ലേറ്റും ഫോക്കൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഇമോജി ഇടാനല്ല പറഞ്ഞിട്ടില്ല, നമുക്ക് സാധനം ഒബ്ജക്റ്റ് ക്യാമറയിൽ കാണിക്കാനാണ് പറഞ്ഞിട്ടില്ലേ. എളുപ്പ വഴി ഒന്നും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല, ഇതൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്തതാണ്. അതാ വിവോ എന്നുള്ള ആൾ ആരാണ്? ഭയങ്കര ക്രിയേറ്റീവ് ആണല്ലോ, തീരെ പണിയെടുക്കാതെ എല്ലാം വഴി ചെയ്ത് വെക്കുന്നുണ്ട്. അതെ അതെ, ആളാരാന്ന് കണ്ടുപിടിക്കാതിരിക്കാനാണ് ഒറിജിനൽ നെയിം ഇടാതെ വന്നിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എല്ലാവരുടെ കയ്യിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലേറ്റ്സ് ഒക്കെ കാണാനുണ്ട്. എന്തോരം വെറൈറ്റി പ്ലേറ്റ്സ്. പക്ഷെ നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. സ്പൂൺ. അയ്യോ, എന്തായാലും കിച്ചൺ വരെ പോയതായിരുന്നു, ഒരു സ്പൂണും കൂടി എടുത്ത് വരായിരുന്നു. റെനീഷ അവിടെ മാരക ഓട്ടാണ്. ഓക്കെ, അനക്ക് കിട്ടിയിട്ടുണ്ട്, റെനീഷയ്ക്ക് കിട്ടിയിട്ടുണ്ട്, സിക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെ 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 മാനസിക്ക് കിട്ടിയിട്ടുണ്ട്, ലുഗ്നയ്ക്ക് കിട്ടിയിട്ടുണ്ട്, സചിത്രക്ക് കിട്ടിയിട്ടുണ്ട്, സനോജിന് കിട്ടിയില്ലേ? സ്പൂണില്ലേ? ഓക്കെ, ഇല്ല അല്ലെ? ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് പരിഗണിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. പെർഫ്യൂം. ഇതും എല്ലാവരും കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, എന്റെ തൊട്ടടുത്ത് തന്നെ സനൂജും കാണിച്ചിട്ടുണ്ട് പെർഫ്യൂം. എന്നെ ഫുൾ ടൈം പെർഫ്യൂം കൊണ്ട് നടക്കുന്ന ആളാന്ന് തോന്നുന്നു, പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്രയും നേരം വേറെ ഒന്നും പറഞ്ഞു, പെന്ന് പോലും ഇത്ര സ്പീഡിൽ പൊക്കിയില്ല. പെർഫ്യൂം പറഞ്ഞ പെർഫ്യൂം ഇല്ല. അയ്യോ. ഓക്കെ, എല്ലാവർക്കും പെർഫ്യൂം ആയോ? മാനസിക്ക് പെർഫ്യൂം ഇല്ലാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഷെൽസി ആ വഴിക്ക് പോയതാന്ന് തോന്നുന്നു, കാണുന്നില്ലല്ലോ ആളെ. പെർഫ്യൂം എടുത്തിട്ട് ഇപ്പൊ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാവരുടെ കയ്യിലും നല്ല ഭംഗിയുള്ള ബോട്ടിലൊക്കെ കാണുന്നുണ്ട് പെർഫ്യൂമിന്റെ. ഹായ്. കിട്ടി കിട്ടി കിട്ടി, പെർഫ്യൂം കിട്ടി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. റിമോട്ട്. ടിവിന്റെ റിമോട്ട് ആവാം, എസിന്റെ റിമോട്ട് ആവാം, എന്തിന്റെ ആയാലും ഒരു റിമോട്ട് ആയാൽ മതി. ഓക്കെ, ഷെൽസിക്ക് കിട്ടിയിട്ടുണ്ട്, റെനീഷയ്ക്ക് കിട്ടിയിട്ടുണ്ട്, പ്രമോദിന് കിട്ടിയിട്ടുണ്ട്, സചിത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ഫിദയ്ക്ക് കിട്ടിയിട്ടുണ്ട്, മാനസി കിട്ടിയിട്ടില്ല. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, റിമോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവാം. എനിത്തിങ് റെഡ് ഇൻ കളർ. റെഡ് കളറിലുള്ള എന്തും ആവാം. ഓക്കെ, പെന്ന് കാണിക്കുന്നുണ്ട്, സീസേഴ്സ്. നേരത്തെ കൊണ്ടുവച്ച സീസേഴ്സിന് ഒരു ഉപകാരം കൂടി ആയിന്നൊക്കെ. സനോജ് എന്തോ ബോട്ടിൽ കാണിക്കുന്നുണ്ട്. റെനീഷിന്റെ കയ്യിലുള്ളത് എന്താ? ഫാനാ, മോളുടെ. ഓക്കെ ഓക്കെ, അങ്ങനെ ഞെക്കുന്ന ഫാൻ അല്ലേ? ഓക്കെ ഓക്കെ, വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ റെഡ് കളറിൽ കാണാനുണ്ട്. പ്രമോദിന്റെ കയ്യിൽ എന്തായിരിക്കും? എമർജൻസിയോ? ഓക്കെ, ചീപ്പാണോ? ഓക്കെ ഓക്കെ,
ബോട്ടിൽ കാണിക്കുന്നുണ്ട് സജിത്ര. ലുഗ്ന പിന്നെ റെഡ് ഡ്രസ് ഇട്ടിട്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഇനി എനിക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഫുള്ള് റെഡിലായിരിക്കുന്നതൊക്കെ. ഓക്കെ, സോ എല്ലാവർക്കും റെഡിലായല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മളെ അപ്കമിങ് സെഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സെഷൻ ആണ് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന ഇതിപ്പോ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ജസ്റ്റ് നമ്മുടെ ബാച്ച് മേറ്റ്സിനെ ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഫണ്ണായിട്ട് കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചു. ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് സെഷൻ ആയിരിക്കും. നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാളെയാണ് വരുന്നത്. സോ സെഷൻ 2 എന്ന് പറയുന്നത് ഇഗ്നോ അൺബൗണ്ട് എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളുടെ റീജിയണൽ സെന്റേഴ്സിനെ കുറിച്ച്, സ്റ്റഡി സെന്റേഴ്സിനെ കുറിച്ച്, അങ്ങനെ നിങ്ങൾ ഇഗ്നോനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ഒരു സെഷനകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയുന്നുണ്ടാവുക. ആൻഡ് സെഷൻ 3ലേക്ക് വരുന്ന സമയത്ത് ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ ആണ് വരുന്നത്. ആൻഡ് സെഷൻ 4ലേക്ക് വരുന്ന സമയത്ത് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോംസ്. ഈ ഒരു സെഷനകത്ത് മെയിൻലി നിങ്ങൾക്ക് നമ്മുടെ ലേൺ വൈസ് ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കുറിച്ചിട്ടായിരിക്കും പറഞ്ഞു തരുന്നത്. നമുക്കറിയാം ഇപ്പൊ നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ ഒന്നും നമുക്ക് ആ ഒരു റെഗുലർ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല, എങ്ങനെയാണ് നമ്മുടെ ആപ്പ് വർക്ക് ചെയ്യുന്നത്, അതിനകത്ത് ക്ലാസ്സസ് എങ്ങനെയാണ് ഉണ്ടാവുക, അങ്ങനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ലേൺ വൈസിനകത്ത് വരുന്ന ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആപ്പിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഈ സെഷൻ 4ൽ വരുന്നത്. സെഷൻ 5 എന്ന് പറയുന്നത് ഇലുമിനേഷൻ അലുമിനി സക്സസ് സ്റ്റോറീസ്. നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിന്റെ അവരുടെ ഒരു സക്സസ് സ്റ്റോറീസ് ആയിരിക്കും നിങ്ങളെ കുറച്ചും കൂടി ഒന്ന് ഇൻസ്പയർ ചെയ്യാനും നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒന്നുകൂടി ഒരു മോട്ടിവേഷൻ പോലെ ആയിരിക്കും ആ ഒരു സെഷൻ ഉണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് സെഷൻ വരുന്ന സമയത്ത് സെഷൻ 6 എന്ന് പറയുന്ന സമയത്ത് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി മീറ്റ് ദ ലേൺ വൈസ് ടീം. നമ്മുടെ എൻറ്റയർ ടീം അതിനകത്ത് ഉണ്ടാവും, ഇൻക്ലൂഡിങ് നമ്മളുടെ ഏറ്റവും ടോപ്പിലുള്ളവർ തൊട്ട് നമ്മളെ മെന്റേഴ്സ് എല്ലാവരും അതിനകത്ത് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഒരു എൻറ്റയർ ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു സെഷൻ വരുന്നത്. ആൻഡ് സെഷൻ 7ലേക്ക് വരുന്ന സമയത്ത് ഫ്ലുവന്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്ന ഒരു സെഷൻ ആണ്. ഇത് ആക്ച്വലി നമ്മളുടെ ആ ഒരു ഇംഗ്ലീഷ് ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെഷനകത്ത് പറയുന്നത്. നമുക്കറിയാം ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം വരുന്നുണ്ടെന്ന്. അപ്പൊ ആ ഒരു നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫ്ലുവന്റ് ആയിട്ടും ആ ഒരു ഫിയർ ഇല്ലാതെ നമുക്ക് സംസാരിക്കാം എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സെഷൻ വരുന്നത്. ആൻഡ് സെഷൻ 8 എന്ന് പറയുന്നത് ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ഒക്കെ എടുത്തിട്ട് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ല. ഇപ്പൊ ടീച്ചിങ് അല്ലാതെ ഇപ്പൊ ഇംഗ്ലീഷ് എടുത്തിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ഫ്യൂച്ചർ ഒരു കരിയർ പ്ലാനിങ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതൊക്കെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിരിക്കും ആ ഒരു സെഷൻ വരുന്നുണ്ടാവുക. ആൻഡ് സെഷൻ 9ലേക്ക് വരുന്ന സമയത്ത് വെൽബീയിങ് ആൻഡ് ബാലൻസ് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. സോ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡർ ലീഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ആ ഒരു ഓൺ ബോർഡിങ്ങിന്റെ ടൈം നിങ്ങളെ മെന്റേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും നമ്മളിവിടെ ഹാപ്പിനെസ് അംബാസിഡേഴ്സ് ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, മൈൻഡ് ഓക്കെ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹാപ്പിനെസ് അംബാസിഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് നമുക്കൊരു ഹാഫ് ആൻ അവർ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യണ പോലെ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും സെഷൻ 9 വരുന്നുണ്ടാവുക. ആൻഡ് ഫൈനൽ സെഷൻ എന്ന് പറയുന്നത് ആ ഒരു റാപ്പപ്പ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളൊരു ഫീഡ്ബാക്ക് അതായിരിക്കും ആ ഒരു ലാസ്റ്റ് സെഷൻ വരുന്നത്. സോ ഇത്രയും 10 സെഷൻ ആണ് നമുക്ക് ടോട്ടൽ നമ്മുടെ ഇവിടെ ലേൺ വൈസിൽ വരുന്നത്. ആൻഡ് ഫസ്റ്റ് സെഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വരാൻ പോകുന്ന 9 സെഷൻസും നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിലൊക്കെ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ആ ഒരു സ്റ്റഡിക്ക് നിങ്ങൾക്ക് ആ ഒരു ഇപ്പൊ പുതിയത് നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് സ്റ്റാർട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ലെങ്തി ആയിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള കാരണം തന്നെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെ. ഇപ്പൊ നിങ്ങൾ കുറെ വർക്ക് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അക്കാഡമിക് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്തായാലും ഉണ്ടാവും. ആ പെട്ടെന്ന് പിന്നെയും പഠിത്തത്തിലേക്ക് വരിക എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആ ഒരു പണ്ടത്തെ ആ ഒരു മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പഠിത്തം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ് ഇങ്ങനത്തെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. സോ
ഓക്കെ. സോ ഇനി നിങ്ങൾക്ക് ഒരു ന്യൂ ഹൊറിസോൺ ഫോം, ഇത് നിങ്ങളുടെ റെസ്പെക്റ്റീവ് മെന്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവുക. ഈ ഒരു ഫോം എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളെ കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോം നിങ്ങളുടെ മെന്റേഴ്സ് അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് നിർബന്ധമായി ഫില്ല് ചെയ്യുക. മെന്റേഴ്സ് അയച്ചു എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അത് നിങ്ങൾ നിർബന്ധമായി ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ തരുന്നത് ബെസ്റ്റ് സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഫോം തരുന്നത്. സോ നിർബന്ധമായിട്ടും അത് ചെയ്യുക കേട്ടോ. ഗെയിംസിലൊക്കെ എല്ലാവരും ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലേ, അതുപോലെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തവര് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Hi, I am Indu, Okay. working as a teacher in a lower primary school at Lekdi. സോ എന്താണ് ഇംഗ്ലീഷ് എടുക്കാൻ കാരണം? ഒന്നുമില്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്. പിന്നെ നമ്മുടെ ആ ഒരു ലാംഗ്വേജിലെ ഫ്ലുവൻസി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം. ഓക്കെ, താങ്ക് യു ഇതു. ഓക്കെ, ബൈ. ഓക്കെ ഓക്കെ. സോ ഇനി അടുത്തത് ആരാ വരുന്നത്? മടിച്ചിരിക്കണ്ട, നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് തന്നെയാണ്. നമ്മൾ ഇത്രയും ഗെയിംസ് ഒക്കെ കളിച്ച് ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ആ ഒരു പരിചയക്കുറവൊക്കെ പോയി, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെയാണ്. എന്നെ ആയിഷിനൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്താ മുന്നോട്ട് വരാതെ സംസാരിക്കാൻ? ഹായ്, ഓക്കെ. ഐ ആം ഹെന്ന. ഹലോ. I was a teacher and now I'm not doing anything. Now I am in Mysore. That's all. ഓക്കെ, താങ്ക് യു ഹെന്ന. നമുക്ക് ഇനിയും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോ മടിക്കാതെ മുന്നിലേക്ക് വരിക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും ഇനി ഇത്രയും ഇന്ററാക്റ്റീവ് ആയിട്ടൊരു സെഷൻ വരണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ്. അപ്പോ ഇത്രയും നേരം മിണ്ടാതെ നിൽക്കുന്നവരൊക്കെ പുറത്തോട്ട് വരിക. എന്റെ വീഡിയോ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ അടുത്ത ആഴ്ച വന്നോളെ. അടുത്ത ആഴ്ചയോ? ഇത് വർക്ക് ചെയ്യുന്നില്ലേ, അതെന്താന്ന് അറിയില്ല. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല, സംസാരിച്ചോളൂ. എന്റെ പേര് സുജ, എറണാകുളത്ത് താമസിക്കുന്നു. പിന്നെന്താ പറയണ്ടേ? എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണോ? ഹൗസ് വൈഫ് ആണോ? വർക്ക് ചെയ്യാണ്. ബുക്സ് ഒക്കെ വായിക്കാനായിട്ട് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. കുറെ വായിക്കാനൊക്കെ ഉണ്ട്. ബുക്സ് കുറെ ഉണ്ടോ? ഓക്കെ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഫോർട്ടിലെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു സുജ. ഇനി ആരാ വരാത്തത് ഫ്രണ്ടിലേക്ക്? എന്റെ പേര് ഫസലുദ്ദീൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാനൊരു ഹൈസ്കൂളിൽ വർക്ക് ചെയ്യാണ്. അറബിക് ലാംഗ്വേജ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് കൂടി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. താങ്ക് യു ഫസലുദ്ദീൻ. എവിടെയാ നാട്? എവിടെയാന്നാ പറഞ്ഞ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ കേട്ടോ. ഓ സോറി, ആറ്റിങ്ങലാണ്, തിരുവനന്തപുരം. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഇനി ആരാ ബാക്കി ഉണ്ടായിരുന്നത്? ഹായ് മാം. ഓക്കെ, ഹായ്. ഷംലേനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ജൂലൈ ബാച്ചിൽ ഉണ്ടായിരുന്നതല്ലേ? ഷംലേനെ ഞാൻ എവിടെയോ. ഓക്കെ ഓക്കെ, നമ്മുടെ ജൂലൈ ബാച്ച് ഉണ്ടായിരുന്നതായിരുന്നു. എന്നിട്ട് ബാച്ച് ഷിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഷംല. എനിക്കറിയുന്ന എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ഷംല. ഓക്കെ, പറഞ്ഞ ഷംല. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. +2 കഴിഞ്ഞിട്ടാണ് അങ്ങനെ ടീച്ചിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഒന്നുകൂടെ ബെറ്റർ ആണ് ബി ഇംഗ്ലീഷ് എടുത്തിട്ട് ടീച്ചിങ്ങിൽ ഒന്നുകൂടെ നല്ലതാണെന്ന് തോന്നി അങ്ങനെ ഇറങ്ങിയതാണ്. മലപ്പുറമാണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ഷംലേനെ അറിയാം. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഷംല ഒന്നും കൂടി പരിചയപ്പെടുത്തിയേ ഉള്ളൂ. ഓക്കെ, ഇനി ആരായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്?
ഷസിയ കേൾക്കുന്നുണ്ടോ? ഒരു വെറൈറ്റി നെയിം കണ്ടോണ്ട് ഞാൻ വിളിച്ചതാണ്. ഷസിയ ഉണ്ടോ അവിടെ? ഓക്കെ. എന്റെ പേര് ഷാസിയ, തൃശ്ശൂരാണ് വീട് വരുന്നത്. ഞാൻ ബിഫാം ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ പെട്ടെന്ന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് എനിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും BSc സൈക്കോളജിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനും പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ എന്താന്ന് വെച്ചാല് പ്രഗ്നൻസി അങ്ങനത്തെ ചെറിയ കോംപ്ലിക്കേഷൻസ് ആയിട്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ അതാ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു. ഷസിയനെ കണ്ടപ്പോ ഞാൻ ഭയങ്കര ചെറിയ കുട്ടിയാന്ന് വിചാരിച്ചു. ഓക്കെ, നല്ല വെറൈറ്റി നെയിം കേട്ടോ. അതാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചത്. ഞാനിങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. എന്താന്ന് വെച്ചാല് ഉപ്പാടെ നാട് വരുന്നത് ചെന്നൈയാ. ഓക്കെ അപ്പൊ അങ്ങനെ. ഓക്കെ, താങ്ക് യു. ഇനി ആരാ ഉള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ? ജസ്റ്റ് നിങ്ങൾ എവിടുന്നാണ്, നിങ്ങളെ പേര്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ബാക്കി ആരെങ്കിലും ഉണ്ടോ? ഹായ് മാം, എൻ്റെ പേര് ലുബ്. ഞാൻ പാലക്കാടാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് കുവൈത്തിലാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ ഓക്കെ. ഇംഗ്ലീഷ് എടുക്കാൻ എന്താ കാരണം? ഞാൻ ആദ്യം BSc മാത്സ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ ഡ്രോപ്പ് ഔട്ട് ആയി. ദെൻ കുവൈത്തിലെത്തിയിട്ട് വേറൊരു സബ്ജക്റ്റ് എടുക്കാൻ പറ്റണമെന്നില്ല ഇവിടെ ഇരുന്നിട്ട്. നമുക്ക് നാട്ടിലേക്ക് എക്സാമിനും എല്ലാത്തിനും എത്തണ്ടേ. അപ്പോൾ BSc ഒരു ഒന്നും എടുക്കാൻ പറ്റണില്ല. അപ്പോൾ BA ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് തിയറി അല്ലേ ഉള്ളൂ, ലാബൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കാന്ന് വിചാരിച്ചു. പിന്നെ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ബെറ്റർ ആണ് ഇവിടെ വർക്ക് ചെയ്യാനും. ഓക്കെ, താങ്ക് യു ലുബിന. നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അബ്രോഡും സെന്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. UAE-ലൊക്കെ ഉള്ളവർ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അവിടെയും സെന്റേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം അവിടെ എഴുതാം. പക്ഷേ നമ്മളെ നാട്ടിലെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് മിക്ക ആളുകളും ഇവിടെ നാട്ടിൽ തന്നെ വന്ന് എഴുതുന്നത്. അത് എല്ലാവരും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. UAE-ലും ഉണ്ട് കേട്ടോ എക്സാം സെന്റേഴ്സ്, അവിടെയും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കുവൈത്തിൽ ഇല്ല മാം. ഇവിടെ കുവൈത്തിൽ കുറവാണ്. നമുക്ക് ചിലപ്പോ ദൂരം ഉണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. ഞാൻ കുറെ അന്വേഷിച്ചു, കുറെ ഗ്യാപ്പ് വന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും. പിന്നെ തോന്നി ഇതാവിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ തന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഇവിടെ കുറെ അന്വേഷിച്ചു. നമുക്ക് റൈറ്റ് ആയാലും കുഴപ്പമില്ല എടുക്കാന്ന് വെച്ചിട്ട് നടന്നായിരുന്നു. പക്ഷെ നടക്കുന്നില്ല, ഇവിടെ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലീവിനൊക്കെ വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് എഴുതിയാൽ അങ്ങനെയൊക്കെ ഉള്ളവര്. അങ്ങനെ അധികം പേരും അങ്ങനെ തന്നെയാണ്. നാട്ടിൽ വന്നിട്ട് ലീവിന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക്, കാരണം ഇയർലി 2 times എക്സാം വരുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ജൂണിൽ എഴുതാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഡിസംബർ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നതുകൊണ്ട് തന്നെ അധികം പേരും അങ്ങനെ തന്നെ ലീവിന് വരുന്ന സമയത്ത് എഴുതിയിട്ട് പോവാറില്ല പതിവ്. അപ്പൊ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, താങ്ക് യു ലുബിന. ഇനി ആരാ ബാക്കി ഉണ്ടായിരുന്നേ? വേഗം ഓടി വായോ. എല്ലാരും ആയോ? ഹായ് മാം. ഹായ്, എൻ്റെ പേര് ഷിഫ. ഞാൻ മലപ്പുറത്താണ്. എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫ് ആണ്. ഓക്കെ ഓക്കെ. ഇംഗ്ലീഷ് എടുക്കാൻ എന്തെങ്കിലും കാരണം? ഇംഗ്ലീഷാണ് ഒന്നുപാടെ ഇൻട്രസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷിഫ. ഇനി ആരെങ്കിലും ഉണ്ടോ? കുറെ പേരൊക്കെ വോളണ്ടിയറിംഗിൽ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മള് പേര് വിളിച്ച് അങ്ങനെ എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറെ പേരൊക്കെ ബാക്കിയുള്ള എല്ലാവരും വരുന്ന കണ്ടിട്ടൊക്കെ വന്നിട്ടുണ്ടായി. ഇനി ആരും ബാക്കിയില്ലാന്ന് തോന്നുന്നു അല്ലേ ഐഷ? ഓൾമോസ്റ്റ് എല്ലാരും പറഞ്ഞു. ഷിഫ പറഞ്ഞിട്ടുണ്ടോ? ഷിഫ റഹീസ് ആയിരുന്നു ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ആരും ബാക്കിയില്ലല്ലോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് ചാൻസ് ഉള്ളത്. ചാൻസ് ആണ്. അതെ, ഓക്കെ. അപ്പോ എല്ലാരും ഇപ്പൊ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമ്മുടെ സെഷൻ കൊണ്ട് നമ്മളൊരു ഐസ് ബ്രേക്കിംഗ് സെഷനും അതുപോലെ നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സെഷൻ ആണ് ഇന്നിപ്പോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോ എല്ലാവർക്കും
ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മുടെ ഇനിയുള്ള പഠനത്തിനും എല്ലാം ഇതൊരു ഗുഡ് സ്റ്റാർട്ട് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്. വർക്ക് ചെയ്യുന്നവരുണ്ട്, ഹൗസ് വൈഫ്സ് ആയിട്ടുള്ളവരുണ്ട്, ഗ്യാപ്പ് എടുത്തിട്ട് പഠിക്കുന്നവരെല്ലാവരും, അങ്ങനെ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെന്തായാലും സക്സസ്ഫുൾ ആയിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഇനിയുള്ള എല്ലാ സെഷൻസിനും ഇതുപോലെ തന്നെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് ഇനിയും ഒരുപാട് സെഷൻസ് വരുന്നുണ്ട് ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് തന്നെ. അപ്പൊ അതിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ടൈം ആശംസിക്കുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ദി സെഷൻ. നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ആക്ഷൻ ടാസ്ക് തരാനുണ്ട്. സോ നിങ്ങളുടെ ഈ ഒരു സെഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു ആക്ഷൻ ടാസ്ക് തരും. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ സെഷനിലും നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ റെസ്പെക്റ്റീവ് മെന്റേഴ്സിനാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ ടാസ്ക് എന്താന്ന് ഞാനിപ്പോ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. സോ നിങ്ങളുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങളെ സ്വന്തം ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്പെക്റ്റീവ് മെന്റേഴ്സിനാക്കി. ഇപ്പൊ നമ്മൾ ഓൾറെഡി എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓരോ സെഷൻ കഴിഞ്ഞിട്ടും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ടാസ്ക് ഉണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വെൽക്കം മീറ്റ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ്. ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ +2 കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്ലോമ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഡിഗ്രിയിലേക്ക് വന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് വെച്ചാൽ അത് താഴെ കൊടുക്കുക. ആൻഡ് പിന്നെ നിങ്ങൾ എവിടുന്നാ വരുന്നതെന്നുള്ളതും ആൻഡ് യുവർ സ്ട്രെങ്ത്. ഇപ്പൊ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ആക്ച്വലി ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന പോലെ ലവിങ് കെയറിങ് അതൊന്നും അല്ലാതെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. മേ ബി നിങ്ങൾക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിരിക്കാം. കുറച്ച് പേരുടെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് നിങ്ങളൊരു ഒരു സ്ട്രെങ്ത് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനോട് ഭയങ്കര ഡീറ്റർമൈൻഡ് ആയിരിക്കാം. നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ പിന്നെ നിങ്ങൾ അത് മാത്രമായിരിക്കും നിങ്ങളുടെ ആ ഒരു അത് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. അങ്ങനെ കുറെ സ്ട്രെങ്ത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുണ്ടാവും. സോ അതെന്താന്ന് പിന്നെ നിങ്ങൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഹോബീസ്, ഓരോരുത്തർക്കും ഓരോ ഹോബീസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ലിറ്ററേച്ചറിലേക്ക് വരുന്ന സമയത്ത് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് അധികം കണ്ടുവരുന്ന ഒരു ഹോബിയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ഡെയിലി നിങ്ങൾ ബാഡ്മിന്റൺ കളിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോബീസ് നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ ജോബ്, ഇപ്പൊ നിങ്ങൾക്ക് ജോബ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നില്ല് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് എന്താന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇത് ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന് അയക്കാം. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് മെന്റേഴ്സിന് അയച്ചു കൊടുക്കാം. നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് അതിന്റെ ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു മോഡൽ താഴെ കൊടുത്തിട്ടുണ്ട്. സോ അത് വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മെന്റേഴ്സ് ഇത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു PPT ഷെയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാട്ടോ. സോ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്താലോ. സോ ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനും നിങ്ങളുടെ ഇന്ന് തൊട്ടിട്ടാണ് നിങ്ങളുടെ ഒരു ആക്ച്വൽ എന്താ പറയുക ഒരു BA എന്നുള്ളതിലേക്ക് നിങ്ങളെ കാലെടുത്ത് കുത്തി ഇന്ന്. അപ്പൊ ഇനി വരാൻ പോകുന്ന എല്ലാ സെഷൻസും, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിങ്ങളുടെ ക്ലാസ്സസും അതുപോലെ തന്നെ റിവിഷൻ സെഷൻസും എല്ലാം റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങളെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നുള്ളത് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളെ മെന്റേഴ്സിനെ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഐഷ ഉണ്ട്, അതുപോലെ ഞാനുണ്ട്, പിന്നെ നമ്മള് ജയ്ഷ മെന്റർ ഉണ്ട്. സോ ജയ്ഷ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല, നമ്മൾ ഇംഗ്ലീഷിലെ മെന്റേഴ്സ് ആണ് ഇതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിനെ കണക്ട് ചെയ്യാം. ഇപ്പൊ ആപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പെക്റ്റീവ് മെന്റേഴ്സിനെ കണക്ട് ചെയ്തിട്ട് അവരെ അടുത്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ നമ്മളുടെ ഇംഗ്ലീഷിലെ മെന്റർ ആയിട്ടുള്ള ഐഷ മാം, അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്സിലെ മെന്റർ ആയിട്ടുള്ള ദുർഗ മാമും നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ 2 മെന്റേഴ്സിനും താങ്ക് യു ഫോർ ജോയിനിങ്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഗുഡ് നൈറ്റ് എവ്രിവൺ.